Welcome to Homemade. ഹലോ വെൽക്കം ടു ഹോം മെയ്ഡ്. ഞാൻ രമ്യ സുർജിത്ത്. ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് പൈനാപ്പിൾ പച്ചടിയാണ്. ഇത് ഞാൻ ഉണ്ടാക്കുന്ന ഒരു സ്റ്റൈലിലാണ് ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിനായിട്ട് ഞാൻ 3/4 കിലോയുള്ള പൈനാപ്പിളാണ് വാങ്ങിച്ചത്. അതിന് ക്ലീൻ ചെയ്ത് പീസാക്കി കഴിഞ്ഞിട്ട് ഇപ്പോൾ 1/2 കിലോ ഉണ്ട്. അപ്പോൾ ഞാൻ വലിയ പീസായിട്ട് തന്നെ മുറിച്ചെടുത്തേക്കാണ്. ഇത് നമുക്ക് അരച്ചെടുക്കാനുള്ളതാണ്, അതുകൊണ്ട് തീരെ ചെറുതായിട്ട് കട്ട് ചെയ്യേണ്ട കാര്യമില്ല. അതിനകത്ത് പുറമേ ഉള്ള കറുത്ത പോർഷൻ കട്ട് ചെയ്ത് കളയാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി നമുക്ക് മിക്സിയിലിട്ട് ഒന്ന് അരച്ചെടുക്കാം. അധികം അരഞ്ഞു പോകാതെ കുറച്ച് തരിതരിപ്പായിട്ട് ഒന്ന് ചതച്ച് വേണം എടുക്കാനായിട്ട്. വലിയ പീസൊന്നും പാടില്ല. ഇങ്ങനെ അരച്ചെടുക്കുമ്പോഴേക്കും പൈനാപ്പിൾ പെട്ടെന്ന് വെന്ത് കിട്ടും. അത് തന്നെയല്ല, നമ്മുടെ പൈനാപ്പിൾ പച്ചടിക്ക് ടേസ്റ്റ് കൂടുകയും ചെയ്യും. ഇനി ഞാനൊരു ചട്ടിയിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന, അതായത് ചതച്ച് വെച്ചിരിക്കുന്ന പൈനാപ്പിൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് 1/2 ടീസ്പൂൺ വീതം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർക്കുക. ഒരു കളറിന് വേണ്ടിയിട്ടാണ് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നത്. മഞ്ഞൾപ്പൊടിയുടെ അളവ് തീരെ കുറച്ചായാലും മതി, പൈനാപ്പിളിന് കളറുണ്ടാവും. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ തൊട്ട് 1/2 ടീസ്പൂൺ വരെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി എരിവിനനുസരിച്ചിട്ട് 2-3 പച്ചമുളക് നെടുകെ പിളർന്ന് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. വെള്ളം കൂടിപ്പോകരുത്. എല്ലാവരും പൈനാപ്പിൾ പച്ചടി വയ്ക്കുമ്പോൾ കൂടുതലും പീസാക്കി അരിഞ്ഞിട്ടിട്ട് കൂടുതൽ വെള്ളം ചേർത്തിട്ടൊക്കെയാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ പീസാക്കി ഇടുന്നതിലും അരച്ചുണ്ടാക്കുന്നതിനാണ് എനിക്ക് ടേസ്റ്റ് ഫീൽ ചെയ്തിട്ടുള്ളത്. അത് തന്നെയല്ല, കൂടുതൽ വെള്ളം ചേർത്ത് വേവിക്കാത്തതുമാണ് നല്ലത്. അപ്പോൾ ഒരു 1/4 കപ്പ് വെള്ളം ചേർത്തിട്ട് അത് മൂടി വെച്ച് നമുക്ക് വേവിക്കാം. പെട്ടെന്ന് വെന്ത് കിട്ടും. ആ സമയത്ത് 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് 1/2 ടീസ്പൂൺ കടുകും 1/2 ടീസ്പൂൺ ജീരകവും ചേർത്ത് കുറച്ച് വെള്ളം ചേർത്തിട്ട് നല്ല പേസ്റ്റായിട്ട് നമുക്ക് അരച്ചെടുക്കാം. ഇപ്പം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഈ സമയത്ത് നമ്മുടെ പൈനാപ്പിൾ പെട്ടെന്ന് തന്നെ വെന്തിട്ടുണ്ടാവും. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. തീ കുറച്ച് വെച്ച് വേണം വേവിക്കാനായിട്ട്. കണ്ടോ, ഇതിപ്പം നമ്മൾ പീസാക്കി മുറിച്ച് വേവിക്കുന്നതിനേക്കാൾ വളരെ പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടുക. അത് തന്നെയല്ല, പൈനാപ്പിളിൻ്റെ ടേസ്റ്റ് എല്ലാം നന്നായിട്ട് പച്ചടിയിലേക്ക് ഇറങ്ങി കിട്ടുകയും ചെയ്യും. ഇപ്പം നന്നായിട്ട് നമ്മുടെ പൈനാപ്പിൾ വെന്ത് വന്നിട്ടുണ്ട്. ഇത് നല്ല ട്രാൻസ്പാരൻ്റ് ആയി വരും. അപ്പോൾ നമുക്കറിയാൻ പറ്റും വെന്തിട്ടുണ്ടെന്നുള്ളത്. നല്ല സോഫ്റ്റും അതുപോലെ തന്നെ ട്രാൻസ്പാരൻറ്റും ആയി വരുമ്പോൾ വെന്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഇതിനകത്തേക്ക് അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് കൂടുതൽ ലൂസ് വേണമെന്നുണ്ടെങ്കിൽ ചൂടുവെള്ളം, തിളപ്പിച്ച ചെറു ചൂടുള്ള വെള്ളം തന്നെ ഇതിനകത്ത് ചേർത്ത് കൊടുക്കാവുള്ളൂ. പച്ചവെള്ളം ചേർക്കരുത്. തണുത്ത സാധാരണ പച്ചവെള്ളം ചേർക്കരുത്. അപ്പോൾ കുറച്ച് ചൂടുവെള്ളം ചേർത്ത് വേണമെങ്കിൽ ലൂസാക്കാവുന്നേ ഉള്ളൂ. കുറച്ച് ലൂസായിട്ടുള്ളതാണ് ചിലർക്ക് ഇഷ്ടം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ അരപ്പ് ഒന്ന് നന്നായിട്ട് വേകാൻ വേണ്ടിയിട്ട് ഒരു 3-4 മിനിറ്റ് ഒന്ന് ചൂടാക്കി കൊടുക്കുക. അപ്പോൾ അരപ്പിൻ്റെ പച്ചമണമൊക്കെ മാറി, തേങ്ങയുടെ പച്ചമണമൊക്കെ മാറി നന്നായിട്ട് പൈനാപ്പിളുമായിട്ട് യോജിച്ച് കിട്ടും. അപ്പോൾ നമുക്കൊരു 3-4 മിനിറ്റ് ഇതുപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം നമുക്കിതിനകത്തേക്ക് 1/2 കപ്പ് തൈര്, അധികം പുളിയില്ലാത്ത തൈര് വേണം ചേർക്കാനായിട്ട്. പൈനാപ്പിൾ പുളിയുള്ളതാണ്. അപ്പോൾ കൂടുതൽ പുളിയുള്ള തൈര് ചേർത്താൽ നമുക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് അധികം പുളിയില്ലാത്ത തൈര് നോക്കി ചേർക്കുക. തൈര് ചേർത്തതിന് ശേഷം പോരാത്ത ഉപ്പൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. പൈനാപ്പിളിന് മധുരം കുറവാണെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് 1-2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഇത് തിളയ്ക്കാൻ പാടില്ല. ചെറുതായി ചൂടായി വരുമ്പോൾ തന്നെ ഓഫ് ചെയ്തേക്കുക. ഇനി നമുക്കൊരു പാൻ ചൂടാക്കാൻ വയ്ക്കാം. അതിനകത്തേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം. 2-3 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. അതിനകത്തേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/4 ടീസ്പൂൺ തൊട്ട് 1/2 ടീസ്പൂൺ വരെ ഉലുവ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിനകത്തേക്ക് 2-3 വറ്റൽമുളക് ചെറുതായി മുറിച്ച് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് കറിവേപ്പില കൂടെ ചേർത്തതിന് ശേഷം ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഓഫ് ചെയ്യാം. അതിന് ശേഷം നമ്മുടെ പച്ചടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. കടുക് താളിച്ചത് ചേർത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തിട്ട്
ഒരു 10-15 മിനിറ്റെങ്കിലും ഇത് നന്നായി മൂടി വെച്ചിട്ട് വേണം സെർവ് ചെയ്യാനായിട്ട്. അപ്പോഴേക്കും ആ കടുക് താളിച്ചതിൻ്റെ എല്ലാ ഫ്ലേവറും പച്ചടിയിലേക്ക് ഇറങ്ങി വരും. അപ്പോഴാണ് ഇതിന് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇച്ചിരി ഒന്ന് പിടിക്കാനായിട്ട് ഒരു 10-15 മിനിറ്റെങ്കിലും അടച്ച് തന്നെ വെക്കുക. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പൈനാപ്പിൾ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഈ ഒരു സ്റ്റൈലിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയ പുതിയ വീഡിയോസായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് you.